ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിങ്ക വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പട്ടണപ്രവേശം എന്ന മോഹൻലാൽ സിനിമയിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു ഗാനമുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി, ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി, ഓ ചിറയിൽ. ഇവിടെയും അമ്പലമില്ലാതെ വെറും ആൽത്തറയിലാണ് ഈ ചിരഞ്ജീവിയായ യോഗീശ്വരൻ കുടികൊള്ളുന്നത്. വെള്ള വസ്ത്രമണിഞ്ഞ് കാറ്റിന് കർപ്പൂര ഗന്ധമേകി ആ പുണ്യപുരുഷൻ ഇവിടെയെല്ലാം ഉണ്ട്. ചെങ്കല്ല് നിറഞ്ഞ പറമ്പിലും അരയാൽ ചോട്ടിലും ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിലുമെല്ലാം നമ്മുടെ യുക്തിയുടെ തിരമാല പരപ്പിനു മീതെ അദ്ദേഹം അങ്ങനെ നടക്കുന്നു. യോഗിവര്യന്റെ ആരൂഢമായ ഗുഹാക്ഷേത്രത്തിലേക്കാണ് അടുത്ത യാത്ര. പലരിൽ നിന്നായി അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് തീർത്തും അമ്പരപ്പിലാണ് ഞാൻ. മനസ്സ് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു, മരണമില്ലാത്തതായി എന്തെങ്കിലുമുണ്ടോ ഈ ഭൂമിയിൽ? എനിക്കതിന് ഉത്തരമില്ല. നമ്മുടെ യുക്തികൾക്കതീതമായ പലതുമുണ്ടല്ലോ ഈ ഭൂമിയിൽ. കടൽ തിരമാലകളുടെ ആർപ്പുവിളിയല്ലാതെ മറ്റൊന്നും ഇവിടെ കേൾക്കാനില്ല. അവ ഇടയ്ക്കിടെ ആഞ്ഞടിച്ചുകൊണ്ട് എന്നെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. മടങ്ങിയാലോ എന്ന് ഒരു കുറി ഞാൻ ആലോചിക്കായികയില്ല. ഏതു വഴിയാണ് പോകേണ്ടതെന്ന് ചോദിക്കാൻ ഇവിടെ ഒരു മനുഷ്യൻ പോലുമില്ല. കാറ്റിൻ്റെ കർപ്പൂര ഗന്ധമറിയാൻ ഞാൻ ശ്വാസം ഉള്ളിലേക്ക് നീട്ടിവലിച്ചു. അറിയാ വഴികൾക്ക് എപ്പോഴും ഒരു വല്ലാത്ത നിഗൂഢതയുണ്ടാവും. കടൽക്കാറ്റിൻ്റെ ഇളം തണുപ്പ് യോഗീശ്വര സ്നേഹത്തിൻ്റെ സാന്ത്വനമാണോ എന്നറിയില്ല. ഏതോ ഒരു മായിക വലയത്തിൽപ്പെട്ടതുപോലെയാണ് ഞാനിപ്പോൾ. ഒരു വശത്ത് ചെങ്കുത്തായ പാറക്കെട്ട്, മറുവശത്ത് ആർത്തിരമ്പി വരുന്ന കടൽ. നന്നായി ശ്രദ്ധിച്ചാൽ ആ വീടിന് പുറകിൽ കാണുന്ന കാട്ടുപടർപ്പിലേക്ക് ആരോ വടികൊണ്ട് അടിക്കുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാം. തെങ്ങിൻ തലപ്പിനിടയിലൂടെ കാണുന്ന കടലിൻ്റെ ഭംഗി വർണ്ണിക്കാൻ വാക്കുകളില്ല. എന്നാൽ അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഇവിടെ മൊത്തത്തിലൊരു നിഗൂഢത അനുഭവപ്പെടുന്നത് പോലെ. കടലിരമ്പത്തിന് പോലും സാധാരണയിൽ നിന്നുള്ള ഒരു മാറ്റം അനുഭവപ്പെടുന്നു. നേർച്ച വഴിപാടായി സമർപ്പിക്കപ്പെട്ട ഒരുപാട് നിലവിളക്കുകൾ. ഈ കാണുന്ന ഗുഹയ്ക്കുള്ളിലാണ് ചിരഞ്ജീവിയായ യോഗിവര്യൻ്റെ തപസ്. ഞാൻ നടന്നു വന്ന ഒറ്റയടിപ്പാത കൽക്കെട്ടിലൂടെ താഴോട്ടിറങ്ങി പിന്നെ വലതുവശത്തേക്ക് അങ്ങനെ കടന്നു പോകുന്നു. പാറക്കെട്ടിന് താഴെ വലതുവശത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒന്നോ രണ്ടോ വീടുകൾ മാത്രം. പിന്നിൽ വിശാലമായ സമുദ്രം. കാട്ടുപടർപ്പിലേക്ക് അടിക്കുന്നത് പോലുള്ള ആ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ ആ വീടിന് നേരെ നടന്നു. ഒരു പ്രേത ഭവനം പോലെയുണ്ട് ഇത് കാണുമ്പോൾ. അവിടെയെങ്ങും ഒരു കാട്ടുപക്ഷിയെ പോലും കാണാനില്ല. അക്കാണുന്നതാണ് ശബ്ദം കേട്ട കാട്ടുപടർപ്പ്. അവിടെയെങ്ങും ഒരാളെയും കാണാനില്ല. തെല്ലൊരു ആശങ്കയോടെ ഞാൻ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിനകത്തേക്ക് കടന്നു. ഏത് നിമിഷവും എൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും ഒന്ന് ചാടി വീഴുമെന്ന പ്രതീക്ഷയോടെയാണ് എൻ്റെ നടത്തം. പായൽ നിറഞ്ഞ ചുമരുകളും തകർന്നു വീണ ഓടുകളും. നല്ല ചിത്രപ്പണിയുള്ള ഈ വാതിൽ അടുക്കളയുടേതാണ്. അത് ഒരു താഴിട്ട് പൂട്ടിയിരിക്കുന്നു. അധിക നേരം ഇവിടെ നിൽക്കുന്നത് സേഫായിരിക്കില്ല എന്നതിനാൽ ഞാൻ പുറത്തേക്ക് നടന്നു. ഭ്രമാത്മകമായ ഒരു ലോകമാണ് ഇവിടെ എനിക്ക് ചുറ്റും കണ്ടത്. ഇവിടെ വരുന്നവർ പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള വഴിയിൽ തോട്ടടയിൽ നിന്നോ നടാലിൽ നിന്നോ കീഴുന്നപ്പാറയെത്തി അവിടെ അന്വേഷിച്ചാൽ ഈ സ്ഥാനം പറഞ്ഞു തരും. ഗുഹക്കരികിൽ നിന്ന് ഞാൻ നേരെ കടൽ തീരത്തേക്കാണ് നടന്നത്. മണൽപ്പരപ്പിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ തിരകൾക്ക് മുകളിലായിരിക്കണം യോഗീശ്വരൻ നടന്നിട്ടുണ്ടാവുക. തിരകൾ ആ കഥ എന്നോട് പറയാൻ ഓടി വരുന്നത് പോലെ തോന്നി. ഭ്രമാത്മകതയിൽ നിന്ന് മനസ്സ് ശാന്തമായിരിക്കുന്നു. തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു അനുഭവം തന്നെയാണിത്. വീഴുന്ന യോഗീശ്വര സന്നിധാനത്തിൻ്റെ ഈ ഭാരവാഹികളാണ്. അപ്പോൾ പ്രസിഡന്റ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടില്ല. അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഖജാൻജി അവർ അപ്രതീക്ഷിതമായിട്ട് എന്താ പറയുക ഒരു നിയോഗം പോലെ അവരെ ഇവിടെ കിട്ടി, മുമ്പ് കിട്ടി. അപ്പോൾ അതൊരു ഭാഗ്യമാണ്, അതൊരു ദൈവാനുഗ്രഹം പോലെ കിട്ടിയതാണ്. അപ്പോൾ
കുറച്ച് കാര്യങ്ങൾ ഇവർ നമുക്ക് പറഞ്ഞു തരും, നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും. അപ്പോൾ ഇത് ശ്രീ ആലിങ്കൽ യോഗീശ്വര സന്നിധാനം എന്നാണ് നമ്മളിവിടെ പറയപ്പെടുന്നത്. കിഴുന്നപ്പാറ കുറച്ചുകൂടി അപ്പുറത്താണ് ഇതിൻ്റെ. ഇത് ശരിക്കും കിഴുന്ന എന്നാണ് ഇത് ലൊക്കേഷൻ. നമ്മളെ എന്താ പറയണ്ടേ, കിഴുന്നേൻ്റെ കിഴക്കേ സൈഡാണ്. ഈ ഇവിടുന്ന് നേരെ റോഡ് അങ്ങോട്ട് പോയാൽ ഹൈവേയിലേക്ക് എത്തുക. നേരെ നമ്മളെ തോട്ടട നടാൽ എന്ന് പറഞ്ഞ അവിടെ പോയി ചേരുന്നതാണ്. ഈ വഴി നമ്മളെ MP-ൻ്റെ വീട് പോകുന്ന വഴിയായത്. ഞാൻ കണ്ടു, MP-ൻ്റെ വീട് അതാണത്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഗുഹ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരൂഢ സ്ഥാനമുണ്ട്. അത് പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്രത്തിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെയാണ് ശരിക്ക് യോഗീശ്വരൻ്റെ ആരൂഢം. അപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വിശ്രമിക്കുന്ന ഒരു സ്ഥാനമാണ് ഈ നമ്മുടെ ആലിങ്കൽ യോഗീശ്വര സന്നിധാനം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട സ്ഥാനമാണെന്ന് കണ്ടിട്ട് അങ്ങനെ അറിഞ്ഞു നോക്കി. അപ്പോൾ അതിൻ്റെ ആരംഭം കുറിച്ചതെന്ന് പറഞ്ഞാൽ ധനു 9 എന്ന് പറഞ്ഞ വർഷത്തിലാണ്. അത് കൊല്ലം കൃത്യമായിട്ട് എനിക്ക് പറയാൻ. ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഇവിടെ 48ാം വാർഷികമാണ് ഈ വർഷം. അതുകൊണ്ട് ആ ധനു 9 ആഘോഷിക്കുന്നത്. ധനു 9 എപ്പോഴും ഡിസംബർ 24 അല്ലെങ്കിൽ 25 അങ്ങനത്തെ 25 വരില്ല, 23, 24 വരും. ഇപ്രാവശ്യം 24 വരുന്നത്. ഇംഗ്ലീഷ് മാസം മാറും അല്ലേ? ഇംഗ്ലീഷ് മാസം മാറും. മലയാളം ധനു 9 എന്നുള്ള നമ്മളെ വടക്കേ മലബാറും മറ്റേ തെക്കേ ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ PK കൃഷ്ണൻ കലണ്ടർ പോലത്തെ അത് ഫോളോ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഇത് വരുന്നത്. അപ്പോൾ അതാണ് പ്രധാന ഉത്സവം അല്ലേ? വർഷത്തിൽ വാർഷിക ധനു 9. പിന്നീട് നമ്മൾ വിശേഷ അവസരങ്ങളിലെല്ലാം ഇവിടെ ചുറ്റുവിളക്ക് ദീപാരാധന അതുണ്ടാവും. ഹരിശ്രീ കുറിക്കൽ കർമ്മം ഉണ്ടാവും. നവരാത്രി ആഘോഷം, വിദ്യാരംഭമൊക്കെ കുറിക്കാറുണ്ട്. യാത്രാ മധ്യേ ഇവിടെ വിശ്രമിച്ചുകൊണ്ട് ഇതിവിടെ നിന്നാണ് ശരിയായിട്ടുള്ള മെയിൻ നമ്മളെ ഗുഹ. അതായത് ഇവിടുന്ന് പടിഞ്ഞാറ് വശം അങ്ങനെയാണ് സങ്കല്പം. ഇപ്പോഴും സജീവിയായിട്ടുള്ള ഈശ്വരനാണ്. അതായത് പിന്നെ വെച്ചാൽ അവിടുന്ന് പിന്നെ യോഗീശ്വരൻ വെച്ചാൽ കടലിൽ ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് കണ്ടില്ലെന്ന് പറയുന്നത്. നമ്മളൊന്നും കണ്ടിട്ടില്ല, ആൾക്കാർ. ഇവിടെ ഇങ്ങനെ ചിലവർ കണ്ടെന്ന് പറയുന്നുണ്ട്. വെള്ള വസ്ത്രധാരിയായിട്ട് ഇങ്ങനെ യോഗീശ്വരൻ ഇവിടെ നിൽക്കുന്നതായിട്ട് കുറെ ആൾക്കാർ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല. അതായത് അനശ്വരനായ ഒരു യോഗീശ്വരൻ അല്ലേ? ഇപ്പോഴും സജീവിയായിട്ടുണ്ട്, ജീവനോടെ ഉണ്ട് പറയുന്നത്. നമ്മളെ ഇങ്ങനെ മരണം അങ്ങനെയൊന്നും ഇല്ലാത്ത അതാണ്. അതെ, യോഗീശ്വരന്മാര് അതുപോലെ നമ്മളെ ഈ അവധൂതന്മാരെന്നെല്ലാം പറയുന്നില്ലേ, അവര് ജനിച്ചതെപ്പാന്നോ അല്ലെ, അവർക്ക് മരണമില്ല ശരിക്കും. അങ്ങനെ പറയുന്നത്. അവിടെ ഇവിടെ എപ്പോഴും സന്ധ്യാവിളക്ക്, അവിടെ രാവിലെ വിളക്ക് കത്തിക്കുക, കൃത്യം 5 മണിക്ക് തന്നെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അവിടെ സന്ധ്യാസമയം മുഖ്യ വിളക്ക് തന്നെ ഇവിടെ. പിന്നെ ഭക്തന്മാർ പിന്നെ ചന്ദനത്തിരിയായിട്ടും പിന്നെ വെളിച്ചെണ്ണയായിട്ടും സമർപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ആയതില്ലല്ലോ, ക്ഷേത്രമില്ലല്ലോ, ആൽത്തറ തന്നെ നമ്മൾ ആരാധിക്കുന്നു. ഇവിടെ പൂജാരിയും അങ്ങനെയാന്ന് തന്നെയില്ല, ആരോ വരുന്നത് കത്തിക്കുന്നു. പിന്നെ കൃത്യമായിട്ട് കത്തിക്കുന്ന ഓച്ചിറയിൽ പറയാൻ പോലെ അല്ലേ? വലിയ ക്ഷേത്രമായി. അതെ, അത് അമ്പലമില്ല അല്ലേ, ആൽത്തറ തന്നെയല്ലേ? അതേപോലത്തെ സങ്കല്പം തന്നെയാണ്. ചിലപ്പോ ഒരു ശിവാംശം ഉള്ള യോഗീശ്വരനായിരിക്കും ചിലപ്പോ അല്ലേ, പറയാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. പരിപാലിക്കാൻ വേണ്ടി നമ്മൾ യോഗീശ്വര ഭക്തസംഘം എന്ന് പറഞ്ഞുള്ളൊരു സമിതിയാണുള്ളത്. അതാണ് ഇതിപ്പോ ഇവരെ സ്വകാര്യ സ്ഥലത്താണ് ഉള്ളത്. ഈ ഇതുണ്ടല്ലോ പുതിയോന്നൻ കുടുംബത്തിന്റെ ഇവരെ വീടുകളാണ് കാണുന്നത്. എന്നാ അവര് തറവാടിന്റെ പേര്? പുതിയോന്നൻ തറവാടുകാരുടെ സ്ഥലമാണ് ശരിക്കല്ലേ? അവര് ഇതിനു വേണ്ടി മാറ്റി വെച്ചത്. അവരെ പാർട്ടീഷനിലാകുമ്പോ ഇത് പ്രത്യേകം മാറ്റി വെച്ചത്. മൊത്തത്തില് എല്ലാരും കൂടെ ഒരു ഇതായിട്ട് മാറ്റി വെച്ചത്. അവരെ പഴയ ആൾക്കാരൊന്നും ആരും ഇപ്പം ജീവിച്ചിരിപ്പില്ലെല്ലാം ഇപ്പോഴത്തെ തലമുറയേ ഉള്ളൂ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിലം വരുന്ന പരിപാടിയെല്ലാം വന്നിന്. അതുകൂടെ വേറെ ആൾക്കാർക്ക് വന്ന് പലതും എടുത്തിട്ട് പോകുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും അറിയണം. അതാണ് ഞാൻ പറയാം. നമ്മളൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ശരിക്കും. എനിക്ക് തോന്നി കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ചിലപ്പോൾ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ ഇത് അറിയണം. കീഴുന്ന ആലിങ്കൽ യോഗീശ്വര സന്നിധാനത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. എനിക്ക് നൽകി വരുന്ന സപ്പോർട്ട് ഇതുപോലെ തുടരുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും. ഗുഡ് ബൈ.